ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കാടമുട്ട റോസ്റ്റ് റെഡിയാക്കണത് കണ്ടാലോ. 10 കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ചിരുന്നേ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വന്നപ്പോൾ സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മസാലപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. പൊടികളിലേക്ക് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ. നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാനുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ വീട്ടിൽ വറുത്ത് പൊടിച്ച മസാല ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ. കാടമുട്ട റോസ്റ്റ് തിളച്ചിട്ടുണ്ട് നല്ലോണം. നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.